കനത്ത മഴയിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ചെറുപുഴയിൽ കാണാതായ വയോധികനായി തിരച്ചിൽ തുടരുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. നിലവിൽ ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടോ? ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? നേരത്തെ ബീച്ചിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന വാർത്തയൊക്കെ നമ്മൾ നൽകിയതാണല്ലോ. അനുജ, അടുത്ത 24 മണിക്കൂർ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബീച്ചിലേക്ക് വിനോദസഞ്ചാരികൾ വലിയ രീതിയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മേഖലകളിൽ നിന്ന് ആളുകളോട് മാറണം എന്ന നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ വിലക്കെല്ലാം ലംഘിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ വിലക്കെല്ലാം ലംഘിച്ചും വലിയ രീതിയിൽ, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലീസും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഗാർഡുമാരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ആളുകളെ വ്യാപകമായിട്ട് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഓട്ടോയിലും അതുപോലെ തന്നെ ബൈക്കും ഒക്കെ എടുത്ത് ഇത്തരത്തിൽ ഈ മഴയും പ്രത്യേകിച്ച് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മേഖലയിൽ അത് ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള നൂറുകണക്കിന് ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് ബീച്ചിൽ ആളുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ സെൽഫി എടുത്തും അതായത് കടൽ ഭാഗങ്ങളിലേക്ക് ഇറങ്ങരുതെന്നും ഈ തീരദേശ മേഖലകളിലേക്ക് ഇറങ്ങരുതെന്നും കർശന നിയന്ത്രണമുണ്ട്. പോലീസ് കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ നിന്ന് ആളുകളെ ലാത്തി ഉപയോഗിച്ച് വരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ആളുകളെ മാറ്റാൻ സംവിധാനങ്ങളൊന്നും ഇല്ലേ? പോലീസൊക്കെ അവിടെ നിന്ന് മടങ്ങിപ്പോയോ? നിലവിൽ ഇപ്പോൾ മഴ കനത്തു തുടങ്ങിയിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള കാറ്റുമുണ്ട്. ആ ഘട്ടത്തിൽ പോലീസിനെയോ അതുപോലെ തന്നെ നേരത്തെ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആരെയും തന്നെ കാണാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുവതിയും യുവാക്കളുമായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനോ നിലവിൽ ഇപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കാറുകളിലും അതുപോലെ തന്നെ ഓട്ടോകളിലുമാണ് കൂടുതലായിട്ടും ഈ യുവതി യുവാക്കൾ സംഘം ചേർന്നുകൊണ്ട് കോട്ടെടുത്തും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ തന്നെ ഇവിടേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ മഴക്കാലങ്ങളിൽ വലിയ രീതിയിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തിയ ഇടമാണ് കോഴിക്കോട് ബീച്ചും പരിസരങ്ങളും ഒക്കെ തന്നെ. നിരവധി, അതായത് 2 പേർ മരിച്ച സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെ ഒന്നും വകവെക്കാതെയാണ് ഇത്തരത്തിൽ ഈ പെരുമഴക്കാലത്ത് ഇത്തരത്തിൽ ഈ യുവതി യുവാക്കൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ബീച്ചിലേക്ക് കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ യുവതി യുവാക്കൾ കൂടുതലായിട്ട് എത്തിയത് കൊണ്ട് വീണ്ടും പോലീസ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് എന്തായാലും ഹോം ഗാർഡുകളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവിടേക്കുള്ള ഇറങ്ങുന്നത് പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ്, കോഴിക്കോട് ബീച്ചിൽ നേരത്തെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. അവിടെ കച്ചവടം നടത്തുന്ന തട്ടുകടക്കാരെ ഉൾപ്പെടെ ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് കുട്ടികളെയും ഒക്കെയായി കൂടുതൽ കാഴ്ചക്കാരെത്തുന്നു എന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, കടലിൻ്റെ സമീപത്തേക്ക് വരരുത് എന്നൊക്കെ. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്.